ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങാണ്. ഭൗതികമായ ഒരു യാത്രയല്ല, ആത്മീയമായ ഒരു യാത്ര. ഈ യാത്രയ്ക്ക് ദൈവത്തിൻ്റെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പിന്തുണയോടുകൂടെ നാം നടത്തുന്ന എല്ലാ യാത്രകളും അത് ധ്യാനമാണെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ധ്യാനത്തിന് ഒരുങ്ങാണ്. എന്ത് ധ്യാനമെന്ന് ചോദിച്ചാൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് പെന്തക്കോസ്ത ധ്യാനം എന്നാണ്. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും 50-ാം ദിവസം എന്നാണ്. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസമാണ്. എന്തിൻ്റെ 50-ാം ദിവസം എന്ന് ചോദിച്ചാൽ ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാം ദിവസം. അപ്പോൾ ഈ 50-ാം ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ കത്തോലിക്ക സഭയുടെ ജന്മദിനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കത്തോലിക്ക സഭയുടെ ജന്മദിനത്തിന് ഒരുക്കമായി നാം നടത്തുന്ന യാത്ര. ആരുടെ പിന്തുണയോടെ? ദൈവത്തിൻ്റെ പിന്തുണയോടെ. ദൈവത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും ശക്തമായ പിന്തുണ എന്താണ് എന്ന് ചോദിച്ചാൽ അത് വേറെ ഒന്നുമല്ല, അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഈ ധ്യാനത്തിന് ശരിക്കും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, പിന്തുണയോടെ നമുക്ക് കത്തോലിക്ക സഭയുടെ ജന്മദിനത്തിനായിട്ട് ഒരുങ്ങാം. പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ ജന്മദിനങ്ങൾക്ക് പോകാറുണ്ട് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ജന്മദിനത്തിന് വേണ്ടിയിട്ട് പോകും. ജന്മദിനത്തിന് വേണ്ടി പോകുമ്പോൾ സാധാരണ അവിടെ ഒരുക്കിയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് വിഭവങ്ങൾ നമുക്ക് ആഹരിക്കാൻ, നമുക്ക് കഴിക്കാൻ കിട്ടും. പക്ഷെ വെറുതെ തിന്നിട്ട് പോരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകാറ്. മറിച്ച് നമ്മൾ എന്തെങ്കിലും ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആരുടെയാണോ ജന്മദിനം ആഘോഷിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ ജന്മദിനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ സഭയ്ക്ക് നമുക്ക് കൊടുക്കാവുന്നൊരു സമ്മാനം എന്താ? സഭ നമ്മോട് ചോദിക്കുകയാണ്, എന്താണ്? എൻ്റെ ജന്മദിനമല്ലേ, നീ വെറുതെ ഈ ജന്മദിനത്തിന് വേണ്ടി വരില്ല എന്ന് എനിക്കറിയാം, ഒരു സമ്മാനം നീ എനിക്ക് തരണം. പ്രിയമുള്ളവരെ, ഈ സമ്മാനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കത്തോലിക്ക സഭ ഒരു സമ്മാനം നമ്മളോട് ചോദിക്കുമ്പോൾ എന്താണ് കത്തോലിക്ക സഭ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് കത്തോലിക്ക സഭ. അതുകൊണ്ട് ഈ സമ്മാനം ഞാൻ കൊടുക്കുമ്പോൾ അതെന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം എനിക്ക് കൂടെ കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട്
പൂർണ്ണമായും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് എനിക്ക് തന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സഭ നമ്മോട് സമ്മാനം ചോദിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്നത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? സഭ നമ്മളോട് സമ്മാനം ചോദിക്കും. പ്രിയമുള്ളവരെ, സഭയുടെ കാണപ്പെടുന്ന തലവനുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ. അധിക നാളായിട്ടില്ല നമുക്ക് പാപ്പായെ സ്വന്തമാക്കാൻ സാധിച്ചിട്ട്. അതുകൊണ്ട് പാപ്പ നമ്മളോടൊരു സമ്മാനം ചോദിക്കുമെന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. നേരിട്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പൊതുവേ പാപ്പ നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ സമ്മാനം ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് സഭയുടെ കാണപ്പെടുന്ന തലവനാണ് ലയോ 14 പാപ്പ. പക്ഷെ കാണപ്പെടാത്തൊരു തലവനുണ്ട്. അത് നമുക്കറിയാം, നമ്മളുടെ രക്ഷകനായ കർത്താവ് ഈശോ മിശിഹ. കർത്താവ് ഈശോ മിശിഹ നമ്മിൽ നിന്നൊരു സമ്മാനം ചോദിക്കും. കർത്താവ് ഈശോ മിശിഹ ഒരു സമ്മാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മാനം കർത്താവ് ഈശോ മിശിഹായ്ക്ക് കൊടുക്കുന്നതല്ല, നമ്മൾ മറിച്ച് സഭയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സഭയുടെ ജന്മദിനം അത് ഈശോ മിശിഹായ്ക്ക്, നമ്മളുടെ രക്ഷകനായ ക്രിസ്തുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആയതിനാൽ കർത്താവ് ഈശോ മിശിഹ നമ്മിൽ നിന്ന് ഒരു സമ്മാനം ആവശ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കാം. ജെറോമിനെ പറ്റി നമ്മൾക്കറിയാൻ പറ്റും. നമ്മളുടെ കൈകളിലുള്ള വിശുദ്ധ ബൈബിള് ഇതുപോലെ നമ്മളുടെ ഭാഷയിലേക്ക് വരാൻ നിമിത്തമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ജെറോം. വർഷങ്ങളോളം ഗുഹയിൽ ഇങ്ങനെ താമസിച്ച് ഈ ജെറോം ഈ ബൈബിള് തൻ്റേതായ ഭാഷയിലേക്ക്, ലത്തീൻ ഭാഷയിലേക്ക് ആദ്യം പരിഭാഷ ചെയ്തു എന്ന് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറുതെ ഒന്നും ചെയ്തതല്ല കേട്ടോ, വർഷങ്ങളോളമുള്ള പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഈ ജെറോം തൻ്റെ ഈ വലിയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥനയുടെ പ്രദക്ഷിണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പ്രദക്ഷിണം നടത്തുമ്പോൾ, ജെറോം ഒരിക്കൽ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയി എന്നാണ് പറയും. വിശുദ്ധ നാടുകൾ ഇങ്ങനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാലഘട്ടം ക്രിസ്മസ് കാലഘട്ടമായിരുന്നു. ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ളൊരു കാലഘട്ടം. അങ്ങനെ ബത്ലഹേം സന്ദർശിക്കാൻ പോയ ജെറോമിന് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ഒരു ദർശനമുണ്ട്. ദർശനം വേറെ ഒന്നുമല്ല, ഉണ്ണീശോ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉണ്ണീശോ അവനോട് ചോദിച്ചു, ജെറോമേ, എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നേക്കാണല്ലേ? അപ്പോൾ ജെറോം പറഞ്ഞു, അതെ, ഒരുപാട് താല്പര്യത്തോടെ നീ പിറന്ന സ്ഥലത്ത് തന്നെ വന്ന് നിൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് സാധിച്ചു തന്നതിന് ഞാൻ നിനക്ക് ഒരുപാട് നന്ദി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ജെറോമിനോട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഉണ്ണീശോ ചോദിച്ചു, ജെറോമേ, എൻ്റെ ബർത്ത്ഡേക്ക് വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, നീ കൊണ്ടുവന്ന എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങോട്ട് തന്നേക്കുന്നവർ. ജെറോമിന് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാൻ പാടില്ലാതായിപ്പോയി. കാരണം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ജെറോം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഉണ്ണീശോനോട് പറഞ്ഞു, ഉണ്ണീശോയെ, ഞാൻ അത് പൂർത്തീകരിക്കാൻ ഉണ്ണീശോ അനുവദിച്ചില്ല. ഉണ്ണീശോ അവനോട് പറഞ്ഞു, ജെറോമേ, ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം, നീ തരാൻ പോകുന്ന സമ്മാനം അത് നിൻ്റെ സ്വന്തമായിരിക്കണം, വേറെ ആരുടെയും സമ്മാനം എനിക്ക് വേണ്ട. അതുകൊണ്ട് ജന്മദിനത്തിന് നിനക്ക്, അല്ലെങ്കിൽ നീ എനിക്ക് തരാൻ പോകുന്ന സമ്മാനം നിൻ്റെ സ്വന്തമായിരിക്കും. ജെറോം ഇങ്ങനെ ആലോചിച്ച് ജെറോം മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നുണ്ണീശോയെ, എൻ്റെ ഈ ശരീരത്തിൽ ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഹൃദയം. ഈ ഹൃദയം ഞാൻ നിനക്ക് പറിച്ച് സമ്മാനമായിട്ട് തരാം. ഉണ്ണീശോ അവനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എടാ ജെറോമേ, ഇത് നിൻ്റെയാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഇത് നിൻ്റെ അല്ല, ഇത് എൻ്റെയാണ്. എനിക്ക് വേണ്ടത് നിൻ്റെയാണ്, നിൻ്റെ സ്വന്തമായിട്ടുള്ളത് എനിക്ക് വേണം. വീണ്ടും ആശയക്കുഴപ്പമായി. കുറച്ച് നേരം കൂടെ ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ജെറോം പറഞ്ഞു, ഉണ്ണീശോയെ, എനിക്കിപ്പോൾ 44 വയസ്സായി. ഈ 44 വയസ്സിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 44 വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്ത നന്മകൾ, ആ നന്മകൾ മാത്രം ഞാൻ തിരഞ്ഞെടുത്ത് അത് ഭംഗിയായ ഒരു പൊതിയിലാക്കി ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരാം. അപ്പോൾ ജെറോമിനോട് വീണ്ടും ഉണ്ണീശോ ഇങ്ങനെ ചിരിച്ചു എന്നിട്ട് ചോദിച്ചു, ജെറോമേ, അത് നിൻ്റെയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് നിൻ്റെ അല്ലടാ, അതും എൻ്റെയാണ്. ആകെ ആശയക്കുഴപ്പത്തിലായി ജെറോം കുറച്ചു നേരവും കൂടെ ഇങ്ങനെ നോക്കിയെന്നു. സങ്കടാവസ്ഥയിൽ നിൽക്കുന്ന ജെറോമിനെ നോക്കിയിട്ട് ഉണ്ണീശോ പറഞ്ഞു, എൻ്റെ പൊന്നു ജെറോമേ, നിനക്കുള്ളതും
എനിക്കില്ലാത്തതുമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല, നിൻ്റെ പാപങ്ങളും പാപകാരണങ്ങളും പാപപ്രലോഭനങ്ങളുമാണ്. അത് നീ എനിക്കൊരു സമ്മാനമായിട്ട് ഇതാ. അത് ഞാൻ എൻ്റെ സ്നേഹാഗ്നിയിൽ ജ്വലിപ്പിച്ച് ഇല്ലാതാക്കി പകരം നിനക്ക് അനുഗ്രഹം തരാമെന്ന് പറയും. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് അവൻ ഞെട്ടി ഉണർന്നു. അവൻ്റെ ജീവിതത്തെ അവനൊന്ന് പരിശോധിച്ചു. ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുനാഥൻ അവനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവൻ മനസ്സിലായി. അങ്ങനെ പാപകരമായ അവസ്ഥയിൽ നിന്ന് പാടെ മാറി നിന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയ്ക്ക് വേണ്ടി അവൻ അവനെ തന്നെ സമർപ്പിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളും ഒരു ഒരുക്ക ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെന്തക്കോസ്ത, അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ക്രിസ്തു നമ്മോട് പറയാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് തരുമ്പോൾ ഈ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ, അതും ഞാൻ സ്വന്തമാക്കുന്ന എൻ്റെ ആത്മാവ് നിനക്ക് സ്വന്തമാക്കാൻ വേണ്ടി നിൻ്റെ പക്കലേക്ക് തരുമ്പോൾ ആ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കം നിൻ്റെ ശരീരം നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈശോ നമ്മോട് പറയുന്നത് ഇതാ, ഈശോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. എന്ത്? സാധാരണ നമ്മൾ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൊടുക്കാൻ പോകുന്ന സമ്മാനം ആ വ്യക്തിക്ക് ഇല്ലാത്തതായിരിക്കണമെന്ന് വലിയൊരു നിർബന്ധം നമുക്കുള്ളതാണ്. അങ്ങനെ ഉള്ളത് തന്നെ കൊടുക്കുമ്പോൾ അത് ആൾക്ക് ഉപകരിക്കാൻ പറ്റാത്തതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ജന്മദിനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കൊടുക്കാൻ പോകുന്ന സമ്മാനം ആ വ്യക്തിക്ക് ഇല്ലാത്തതായിരിക്കണം. അങ്ങനെ വ്യക്തിക്ക് ഇല്ലാത്തത് കൊടുക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന വ്യക്തിക്കൊരു സന്തോഷമുണ്ടാകും. ഇവിടെ എല്ലാമുള്ള ഈശോനാഥൻ സമ്മാനം ചോദിക്കുമ്പോൾ ആ ഈശോനാഥൻ ഇല്ലാത്തതും എന്നാൽ നമുക്ക് ഒരുപാടുള്ളതുമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല, പാപങ്ങളാണ്, പാപകാരണങ്ങളാണ്, പാപപ്രലോഭനങ്ങളാണ്, പാപക്കറകളാണ്. അത് ഈശോ നമ്മോട് ആവശ്യപ്പെടുക, നീ അതെനിക്ക് താ, അത് നീ എൻ്റെ ഈ സ്നേഹാഗ്നിയിലേക്ക് സമർപ്പിക്ക്, ഞാനത് ജ്വലിപ്പിച്ച് ഇല്ലാതാക്കി പകരം നിനക്ക് അനുഗ്രഹം തരാമെന്നാണ് പറയും. പ്രിയമുള്ളവരെ, ഇത് ജെറോമിനുണ്ടായ ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് പരിശോധിച്ചാൽ കർത്താവിൻ്റെ സ്നേഹാഗ്നി എന്ന് പറയുന്നത് കർത്താവിൻ്റെ കുമ്പസാരക്കൂട്. അതുകൊണ്ട് ഈ ഒരുക്ക ധ്യാനത്തിലൂടെ നാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നാം എന്തൊക്കെ ചെയ്താലും ഏറ്റവും പ്രധാനപ്പെട്ട കുമ്പസാരക്കൂടിനെ നമ്മൾ സ്നേഹത്തോടുകൂടെ സമീപിച്ചില്ല എങ്കിൽ ഈ ധ്യാനം വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് ഈ 9 ദിവസത്തെ ഒരുക്ക ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് ശാലോം പ്രേക്ഷകർക്ക് ഏറെ സ്നേഹത്തോടുകൂടെ ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ധ്യാനത്തിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് കുമ്പസാരക്കൂടാണ്. അതുകൊണ്ട് ഈ കുമ്പസാരക്കൂട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ അതും ഒരുക്കത്തോടെ പ്രവേശിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ പാത അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടി നിങ്ങൾ വിജയകരമായി ചവിട്ടി എന്ന് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സാധാരണ ധ്യാനങ്ങൾ നിങ്ങൾ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടാകും, ഒരുപാട് ധ്യാനങ്ങൾ നിങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ ഇച്ചിരി വ്യത്യസ്തമായ ഒരു ധ്യാന യാത്രയായിരിക്കും നമ്മൾ ഈ പെന്തക്കോസ്ത ദിനത്തിൽ നടത്താൻ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഈ ധ്യാനം എന്ന് പറയുന്നത് വേറൊരാൾ നടത്തുന്ന ഒരു ധ്യാനമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി എടുത്ത് മുന്നോട്ട് ആരംഭിക്കുന്ന ഒരു ധ്യാനമാണ്. അതുകൊണ്ട് ഇത് വേറൊരാൾ എത്രമാത്രം നിർബന്ധിച്ചാലും അത് അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് നമ്മൾ തീരുമാനിക്കണം, ഈ ധ്യാനം ഞാൻ എങ്ങനെ കൊണ്ടുപോകും, ഈ ധ്യാനത്തിന് ഞാൻ എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് ആദ്യത്തെ നടപടി നിങ്ങൾ തീരുമാനിക്കുക, നല്ല കുമ്പസാരം. നല്ല കുമ്പസാരം എന്ന് പറയുമ്പോൾ മോശം കുമ്പസാരമുണ്ടോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചു പോകും. മോശം കുമ്പസാരമുണ്ട്. മോശം കുമ്പസാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുമ്പസാരക്കൂടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നു, അന്ന് ഒന്ന് കുമ്പസാരിച്ചേക്കാം. അങ്ങനെ ഒരു കുമ്പസാരമുണ്ട്, അത് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കുമ്പസാരം. വേറൊരു കുമ്പസാരം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നമ്മുടെ പാപങ്ങളും പാപകാരണങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പരിശോധിച്ച്
ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കും. അങ്ങനെ ആ ഒരു ചിന്തയോടുകൂടെ ഞാൻ വൈദികനെ തേടി ചെല്ലുകയും ആ വൈദികനെ അന്വേഷിച്ച് കണ്ടെത്തി ആ വൈദികനോട് എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കുമ്പസാരത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടെന്നാണ് പറയാൻ. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരനാണ്, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ കല്യാണമാണ്, വരണം. അപ്പം ഞാൻ ചോദിച്ചു, എന്നാണ് കല്യാണം? എന്നാണ്. കല്യാണം തീരുമാനിച്ചിട്ടല്ല അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്? ഇല്ല അച്ഛാ, ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ആശയക്കുഴപ്പമായി. ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടില്ല, കല്യാണം തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അവൻ എന്നെ കല്യാണത്തിന് വിളിക്കാം. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ ഒരു വിശദീകരണം നടത്തി. അച്ഛാ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. അങ്ങനെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നല്ലൊരു കുമ്പസാരം നടത്തി ഞാൻ ഒരു യാത്ര ആരംഭിക്കാം. അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തി ഞാൻ യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ ഞാൻ തീരുമാനിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ യാത്രയിൽ ഞാൻ തീരുമാനിച്ച കാര്യങ്ങളാണ്, ഞാൻ 300 ദിവ്യബലികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ സമർപ്പിക്കും. 1000 ജപമാലകൾ ഞാൻ അവൾക്ക് വേണ്ടി അർപ്പിക്കും. 10,000 കരുണക്കൊന്ത ഞാൻ അവൾക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തി ഞാൻ ഈ യാത്ര ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീണു പോകും, അപ്പോൾ വീണ്ടും കുമ്പസാരിക്കും. അങ്ങനെ ഏതാണ്ട് 1 വർഷം കൊണ്ടാണ് ഞാനിത് പൂർത്തിയാക്കിയത്. അതിനിടയിൽ ചിലപ്പോഴൊക്കെ ഒരു ദിവസം കുമ്പസാരിച്ച് പിറ്റേ ദിവസം എനിക്ക് വീണ്ടും കുമ്പസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ചില ജീവിത സാഹചര്യങ്ങൾ എന്നെ അതിലേക്ക് വഴി നടത്തിയെന്നുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ട്. തലേ ദിവസം കുമ്പസാരിച്ച അച്ഛൻ്റെ അടുക്കൽ തന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒന്നുകൂടെ കുമ്പസാരി. ചില അച്ഛന്മാർ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഴക്ക് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഞാൻ അച്ഛനോട് പറയാം, അച്ഛാ ഇതാണ് എൻ്റെ സാഹചര്യം. അപ്പോൾ ആ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടെ എന്നെയും കൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്നായിട്ട് കുമ്പസാരിച്ച് നല്ല പ്രാർത്ഥന ഒരുക്കത്തോടു കൂടെ നമ്മൾ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഈ ദിവസങ്ങളിൽ 9 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചില ചിന്തകളായിരിക്കാം. ആ ചിന്തകളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇത് വെറുതെ ഒരു യാത്രയായിട്ട് പോകും. കർത്താവിൻ്റെ പിന്തുണയോടുകൂടെ യാത്രയല്ല. കർത്താവിൻ്റെ പിന്തുണയോടുകൂടെ യാത്ര എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടാകും. അതുകൊണ്ട് ഈ 9 ദിവസത്തെ യാത്ര അത് ഞാൻ നടത്തുന്ന യാത്രയല്ല, മറിച്ച് നമ്മൾ നടത്തുന്ന യാത്ര. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കത്തോലിക്ക സഭയുടെ ജന്മദിനത്തിന് ഒരുക്കമായുള്ള യാത്രയാണ്. കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും വലിയൊരു സമ്മാനം കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, ലയോ 14 പാപ്പ. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഈ പെന്തക്കോസ്ത ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓരോ ദിവസവും പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളിങ്ങനെ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ചില സമയത്ത് ചില നൊവേനകളുടെ ഇടയിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പ്രാർത്ഥനയുടെ ഇടയിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന നിർബന്ധമായിട്ടുണ്ടാകും. അങ്ങനെ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് വേണ്ടിയിട്ടല്ലേ. അതിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പ്രിയമുള്ളവർ, അങ്ങനെയല്ല. കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 143 കോടിയോളം വിശ്വാസികളുണ്ട്. ഈ 143 കോടി വിശ്വാസികൾ ഒരേ സമയം ഒരേ വ്യക്തിക്ക് വേണ്ടി ഒരേ നിയോഗത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈ 143 കോടി വിശ്വാസികളുടെ ഒരു കൃപ അത് എന്നിലേക്കും വരിക. അതുകൊണ്ട് ഞാൻ സഭയുമായിട്ട് കെട്ടുപിണയാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കെട്ടുപിണയാന്ന് വെച്ചാൽ 143 കോടി ചരടുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് അത് അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ കെട്ടുപിണക്കാക്കി
അത് വീണ്ടും ഒന്ന് തിരിച്ചഴിക്കുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. നമുക്കറിയാമല്ലോ, നമ്മളൊരു ചരട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളതിങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ അത് അഴിക്കേണ്ടതല്ലാത്ത രീതിയിൽ അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നേരെയാക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മളത് കണ്ടം കൊണ്ട് മുറിക്കേണ്ടി വരും. ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു കയറ് നമ്മളിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ 100-200 മീറ്ററുകളായിട്ട് പലപ്പോഴും ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരും. പ്രിയമുള്ളവരെ, അത് നമുക്ക് മോശമായിട്ടാണ് കാണുന്നത്. പക്ഷേ കത്തോലിക്ക സഭയുടെ ആ ഒരു ചട്ടക്കൂടിനെ പറ്റി ചിന്തിക്കുമ്പോൾ, സഭയുടെ പരമാധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാനും അതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ സഭയോടിങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുക. അങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സഭയോട് കെട്ടുപണഞ്ഞ് കിടക്കുമ്പോൾ വലിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഊർത്തിയെടുക്കാൻ മറ്റുള്ളവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്താ? ഞാൻ വേറെ വിശ്വാസികളുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുക. അങ്ങനെ വേറെ വിശ്വാസികളുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സഭയിൽ നിന്ന് പോകാനായിട്ട് പറ്റത്തില്ല. സഭയിൽ നിന്ന് പോകാൻ പറ്റാത്തത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർ, അതായത് കോടാനുകോടി ആളുകൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് അത് എനിക്ക് വലിയൊരു സഹായമായിട്ട് മാറും. അതുകൊണ്ട് ഏതൊരു ധ്യാനത്തിലും നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലേക്ക് വെച്ചുകൊണ്ട് ഒരുക്കത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ധ്യാനത്തിനൊക്കെ വലിയൊരർത്ഥം വരും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ 9 ദിവസത്തെ ഈ ഒരു യാത്രയിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിർബന്ധമായും മനസ്സിൽ അടിവരയിട്ട് എഴുതി വെക്കണം, ഞാൻ നല്ല കുമ്പസാരം നടത്തും എന്ന് മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കുമ്പസാരിച്ച് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ സഭയോട് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ചരടായിട്ട് മാറും. ആ ചരട് പെട്ടെന്ന് മറ്റുള്ളവർ വലിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ മറ്റുള്ളവർ വലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഞാനിങ്ങനെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ സഭ നമുക്ക് വലിയൊരു പിന്തുണ, വലിയൊരു ശക്തി പകർന്നു നൽകുകയാണ്. തീർച്ചയായും ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ വലിയൊരു ദൈവാനുഭവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സഭയുടെ ജന്മദിനമെന്ന് ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയായിരുന്നു. സഭയുടെ ഒരു ഭാഗമാണ് ആര്? ഞാൻ. സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. ആ ശിരസിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ആ സഭയുടെ ശിരസാകുന്ന ക്രിസ്തുവിന് അംഗവിഹീനമല്ലാത്ത ഒരു ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നുള്ള. അംഗവിഹീനമല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മൾ ഓരോരുത്തരും. ഒരു പക്ഷേ ഒരു കൈ മാത്രമായിട്ട് മാറാനുള്ള ഒരു പശ്ചാത്തലം നമുക്കുണ്ടാവണമെന്നില്ല. ശരീരത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുവാകുന്ന സഭയുടെ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഞാനാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറവില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ കുറവില്ലാതെ ഞാൻ ജീവിക്കുമ്പോൾ ഞാനാകുന്ന അവയവം പരിപൂർണമായ ആരോഗ്യത്തോടെ ക്രിസ്തുവാകുന്ന ശരീരത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം നൽകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റി ക്രിസ്തുവാകുന്ന സഭയുടെ ആ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരവസരം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നൽകും എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളുടെ ഈ യാത്ര ആരംഭിക്കാം. ദൈവം അതിന് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. കരുണ തന്നൾ താരയിൽ
മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. ഈശോയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യം. ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ അത് ഒട്ടും പിശുക്കില്ലാതെ ഈ അൾത്താരയിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ ഒഴുകിയിറങ്ങുന്ന കർത്താവിൻ്റെ കൃപ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ ഈശോയെ സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ചൈതന്യത്തോടെ നാം ആയിരിക്കുകയാണ്. ഈശോ മിശിഹ നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്ക ദിനങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ ചൈതന്യം എന്നിലേക്ക് നിറയ്ക്കണമേ. ഈശോയുടെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത് എന്ന വലിയ ബോധ്യം, വലിയ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് പ്രതീക്ഷയോടുകൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്തോ ദൈവത്തിൻ്റെ വലിയ കരുണ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. നാം പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇത്
ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുന്ന, തീർന്നു പോകുന്ന ഒരു കാത്തിരിപ്പല്ല, മറിച്ച് അനന്തമായി ദൈവത്തെ കാത്തിരുന്ന് ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന വലിയൊരു പ്രഘോഷണമാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവ് അങ്ങയെ കാത്തിരിക്കുകയാണ്. എൻ്റെ പ്രാണൻ അങ്ങയുടെ പ്രാണനോട് ചേർത്ത് വയ്ക്കാൻ എൻ്റെ ഉള്ളം ആഗ്രഹിക്കാൻ. ഈശോയെ, നിന്റെ ആത്മാവ് എൻ്റെ ശരീരത്തിലെ ആത്മാവിനോട് ഒന്നായി ചേരുമ്പോൾ പിന്നീട് എനിക്ക് ജീവിക്കാൻ തന്നെ വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു പ്രത്യാശയാണ്. വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമുക്കൊരുമിച്ച് ആലപിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവ് ഇതാ നിനക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങിലൊന്നായി തീരുവാനുള്ള വലിയ മോഹം എൻ്റെ ജീവിത യാഥാർത്ഥ്യമായി സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിക്കാം. എൻ്റെ ഈശോ, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. എൻ്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. എൻ്റെ ഈശോ, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. എൻ്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. എൻ്റെ ആത്മാവിൽ നീ വന്ന് വാണിടണേ, എൻ്റെ ജീവന്റെ ജീവനാ. എൻ്റെ ആത്മാവിൽ നീ വന്ന് വാണിടണേ, എൻ്റെ ജീവന്റെ ജീവനാ. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ബത്സയിദ കുളക്കടവിൽ ചുറ്റുപാടും പ്രിയപ്പെട്ടവരാരുമില്ലാതെ ഒറ്റയ്ക്ക് സൗഖ്യത്തിനു വേണ്ടി കാത്തു കിടക്കുന്നവൻ. ഈശോ അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? യുക്തിപരമായി അനാവശ്യമായൊരു ചോദ്യമാണ്. സുഖം പ്രാപിക്കാൻ താല്പര്യമില്ലാതെ അവൻ അവിടെ കിടക്കത്തില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. എന്നിട്ടും ആ ചോദ്യം ഈശോ ചോദിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ ഉള്ളിൻ്റെ നൊമ്പരം അവൻ്റെ ആധരങ്ങളിലൂടെ ഈശോയ്ക്ക് കേൾക്കണമെന്ന ഒരു താല്പര്യം. സുഖം പ്രാപിക്കാൻ താല്പര്യമുണ്ട് എന്നല്ല അവൻ മറുപടി പറഞ്ഞത്. അവൻ്റെ മറുപടി, കർത്താവേ, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പ്രിയമുള്ളവരെ, 1-2 വർഷങ്ങളല്ല അവൻ അവിടെ കിടക്കുന്നത്, നീണ്ട 38 വർഷം. ആദ്യ വർഷം അവൻ്റെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാകും. അവൻ്റെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ. ഓരോ വർഷം ചെല്ലുന്തോറും ഓരോരുത്തരായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അവസാനം അവനും അവൻ്റെ തളർച്ചയും മാത്രം അവശേഷിച്ചു. അങ്ങനെ നിരാശയിൽ വേദന അനുഭവിക്കുന്ന ആ മനുഷ്യനോട് ഈശോ ചോദിച്ചു, സുഖം പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? അവൻ പറഞ്ഞു,
ഞാൻ ഒറ്റയ്ക്കാണ്. അവൻ്റെ ശരീരത്തിൻ്റെ തളർച്ചയല്ല അവനെ വേദനിപ്പിച്ചിരുന്നത്, മറിച്ച് അവൻ്റെ ഒറ്റപ്പെടലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ ഉപേക്ഷിച്ചു എന്ന ഹൃദയ നൊമ്പരം അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. നിരാശയുടെ പടുകുഴിയിൽ വീണുപോയവൻ. ഒരു പ്രത്യാശയും പ്രതീക്ഷയും അവൻ്റെ ഉള്ളിലില്ല. 1-2 വർഷമല്ല, 38 വർഷം അവൻ ഇങ്ങനെ കരുതലോടെ പ്രതീക്ഷയോടെ ജീവിച്ചിട്ടുണ്ടാകും. ഓരോ വർഷം കഴിയുന്തോറും അവൻ്റെ പ്രതീക്ഷ അല്പാൽപമായി ചെറുതായി അവസാനം പൂർണ്ണമായും അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു. അപ്പോഴാണ് പ്രത്യാശയുടെ പ്രതീക്ഷയായ ക്രിസ്തുനാഥൻ അവൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവനോട് ക്രിസ്തുനാഥൻ ചോദിച്ചതും അത് തന്നെയാണ്. പക്ഷേ ഈശോ അവൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം മനസ്സിലാക്കി ഈശോ അവനെ തളർച്ചയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ്. സങ്കടം വരുമ്പോൾ അറിയാതെ മിഴികൾ ഈറനണിയും. അതിങ്ങനെ കവിൾത്തടത്തിലൂടെ താഴേക്കൊഴുകും. മനസ്സിങ്ങനെ തളർന്ന് മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ശൂന്യത നിറയുമ്പോൾ ഈശോ പറയുന്നു, നിന്റെ ശൂന്യതയെ നിറവാക്കാൻ കെൽപ്പുള്ള ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ആൾക്കൂട്ടത്തിൽ നീ ഒറ്റപ്പെടുമ്പോൾ, ആരും പോരും നിന്റെ കൂടെയില്ല എന്നൊരു ചിന്ത നിന്റെ നെഞ്ചിനെ തകർക്കുമ്പോൾ, കരുതൽ നൽകുന്ന, കൂട്ട് നൽകുന്ന, മനസ്സിന് ധൈര്യം പകരുന്ന സർവശക്തനായ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ട് എന്ന ബോധ്യം നീ നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഈശോയെ, ആ ബോധ്യത്തിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിച്ച് ആരാധിക്കാം. സങ്കടമേറുമ്പോ മിഴികൾ നിറയുമ്പോ മനസ്സു തളർന്നൻ മുന്നിൽ ശൂന്യത എങ്ങും പടരുമ്പോ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ആരും തുണയായില്ലാതെന്റെ നെഞ്ചം നീറുമ്പോൾ കരുതൽ നൽകും സ്നേഹവുമായി കൂട്ടിനയക്കണമേ. മനസ്സിനു ധൈര്യം പകരാനിന്ന് കൂടെ നടക്കണമേ. നെഞ്ചിനുള്ളിൽ നാദാങ്ങു വസിക്കണമേ. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എൻ്റെ ഈശോ, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. ജനക്കൂട്ടം തിക്കി നിരക്കി ഈശോയുടെ പിന്നാലെ ഇങ്ങനെ അനുഗമിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തോട് തിരിഞ്ഞ് ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? യുക്തിക്ക് യോഗ്യമല്ലാത്ത ഇതാ മറ്റൊരു ചോദ്യം. ആ ചോദ്യം ചെന്ന് തറച്ചത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ ചങ്കിലായിരുന്നു. കാരണം അവൾ ക്രിസ്തുവിനെ പോലും അറിയിക്കാതെ ചെറിയ ഒരു സ്പർശനത്തിലൂടെ തമ്പുരാൻ്റെ ഉള്ളിലെ കാരുണ്യം സ്വന്തമാക്കാൻ പരിശ്രമിച്ചു. അതിൽ വിജയിച്ചു. ആരെയും ശല്യപ്പെടുത്തണ്ട, ആരോടും പറയണ്ട. എന്തിനാ ഇതൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചൊരു ഭാരമായി മാറാൻ അവൾ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ആരോടും പറയാതെ, ഈശോയെ പോലും അറിയിക്കാതെ, ഈശോയുടെ വസ്ത്രത്തിലല്ല, വസ്ത്രത്തിൻ്റെ അറ്റത്ത്, ശരീരത്തിൽ തൊടണമെന്ന് ചിന്തിച്ചിട്ടേയില്ല.
വസ്ത്രത്തിലും തൊടാൻ താല്പര്യമില്ല. വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു നൂലിൽ തൊട്ടാൽ എൻ്റെ സൗഖ്യം എനിക്ക് തിരികെ കിട്ടുമെന്ന് അവൾ ആഴമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെ പ്രതീക്ഷയോടെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചപ്പോൾ ക്രിസ്തു പോലും അറിയാതെ, അല്ലെ, ക്രിസ്തു പോലും അറിയാതെ എന്ന് പറയുമ്പോൾ ക്രിസ്തു പോലും താല്പര്യമെടുക്കാതെ ആ ക്രിസ്തുവിൻ്റെ പക്കൽ നിന്ന് കൃപ അവൾക്ക് ഇങ്ങനെ വലിച്ച് എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് നൽകുന്ന ഒരു ദൈവീക ചിന്ത ഉണ്ട്. ക്രിസ്തുവിൻ്റെ പക്കൽ അനുഗ്രഹത്തിന് ഒരു പഞ്ഞവുമില്ല. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പിന്നീട് എൻ്റെ പ്രാർത്ഥന തമ്പുരാൻ ശ്രവിക്കപ്പെടാതെ പോകുന്നു? അതിനുത്തരമാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ നമുക്ക് പകർന്നു നൽകുന്നത്. അവൾ പറയുന്നത് ഇത്ര മാത്രം. അവൾ ഉള്ളിൽ ചിന്തിച്ചിരുന്നു, ഈശോയുടെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് വെറുതെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും. ആ ഒരു സൗഖ്യചിന്ത അവളെ ദൈവാനുഭവത്തിലേക്ക് കൈപിടിച്ചു നടത്തി. എൻ്റെ കാരുണ്യമായ ഈശോയെ, എൻ്റെ വാത്സല്യമായ എൻ്റെ ദൈവമേ, കാരുണ്യത്തിൻ്റെ കടലായി നീ എന്നിലേക്ക് ഇങ്ങനെ ഒഴുകിയിറങ്ങണമേ. ത്യാഗം നീയാണ്, സ്നേഹം നീയാണ്. സ്നേഹത്തിൻ മെഴുതിരിയായ എൻ്റെ ഉള്ളിൽ തെളിയണമേ. ഞാനൊരു സ്നേഹപ്പൂച്ചെടിയായി മണ്ണിലിങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കാൻ, നന്മ വിതച്ച് മണ്ണിൽ പുണ്യം കൊയ്തിടുവാൻ എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക്, അതായത് എൻ്റെ ചങ്കിലേക്ക് ഈശോയെ നീ കടന്നു വന്ന് വസിക്കണമേ എന്ന് വിശ്വാസത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ആലപിക്കാം. കാരുണ്യം നീയേ, വാത്സല്യം നീയേ, കാരുണ്യത്തിൻ കടലായ എൻ്റെ ഉള്ളിൽ നിറയണമേ. ത്യാഗം നീയല്ലേ, സ്നേഹം നീയല്ലേ, സ്നേഹത്തിൻ മെഴുതിരിയായ എൻ്റെ ഉള്ളിൽ തെളിയണമേ. ഞാനൊരു സ്നേഹപ്പൂച്ചെടിയാ മണ്ണിൽ പൂവിടുവാൻ, നന്മ വിതച്ചി മണ്ണിൽ നിന്നും പുണ്യം കൊയ്തിടുവാൻ നെഞ്ചിനുള്ളിൽ നാഥാ വസിക്കണമേ. ഓ എൻ്റെ യേശു, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എൻ്റെ യേശു, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. ഓ എൻ്റെ യേശു, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. ഓ എൻ്റെ യേശു, അങ്ങിലൊന്നായി തീരുവാൻ മോഹം. എൻ്റെ ആത്മാവിൽ വന്ന് വാണിടണേ, എൻ്റെ ജീവന്റെ ജീവനാ. എൻ്റെ ആത്മാവിൽ നീ വന്ന് വാണിടണേ, എൻ്റെ ജീവന്റെ ജീവനാ. ഓ എൻ്റെ യേശു, എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. നീണ്ട 38 വർഷത്തെ കാത്തിരിപ്പ് അവൻ പോലും അറിയാതെ
ഈശോ അവന് സാധിച്ചു കൊടുത്തു. ഈശോയെപ്പറ്റി അവൻ അറിയാമായിരുന്നോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഈശോയ്ക്ക് എല്ലാവരെയും അറിയാം. അതുകൊണ്ട് തന്നെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിൻ്റെ സങ്കടം പലരുടെയും ഉള്ളിലുണ്ടാകും. കർത്താവിന് ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വാശി പിടിക്കാറുണ്ടോ? ചില പ്രാർത്ഥനകൾ കേൾക്കപ്പെടാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടോ? 12 വർഷത്തെ രക്തസ്രാവക്കാരിയുടെ കാത്തിരിപ്പ്, അത് ആ സ്ത്രീക്കറിയാമായിരുന്നു ക്രിസ്തു ആരാണ്. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. ആദ്യത്തെ അത്ഭുതത്തിൽ ഇത് വ്യക്തമല്ല, പക്ഷെ രണ്ടാമത്തെ അത്ഭുതത്തിൽ ഇത് കൃത്യമാണ്. പ്രിയമുള്ളവരെ, ഈശോ പോലും അറിയാതെ, ഈശോയോട് പോലും അനുവാദം ചോദിക്കാതെ അവൾ ഈശോയിൽ നിന്ന് കൃപ മോഷ്ടിച്ചെടുത്തു. പ്രിയമുള്ളവരെ, നമുക്കും അതിനുള്ള അവകാശമുണ്ട്, നമുക്കും അതിനുള്ള അധികാരവുമുണ്ട്. ഈ അവകാശവും അധികാരവും നാം ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളെ ഒന്ന് പരിശോധിക്കാം. വർഷങ്ങളായി ദൈവത്തിന് മുമ്പിൽ ഒരേ പ്രാർത്ഥന സമർപ്പിച്ചിട്ടും കർത്താവ് എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന വേദനയോടെ ഈ ആരാധനയിൽ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ടാകും. അവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഈശോ നിന്നെ കാണുന്നു. ഈശോ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും തിരിച്ചറിയുന്നു. നീ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കർത്താവിന് വ്യക്തമായ ഉത്തരമുണ്ട്. പക്ഷേ പലപ്പോഴും കർത്താവ് അത് കൃത്യമായി നിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നില്ല. കാരണം കർത്താവിനൊരു സമയമുണ്ട്. ഈശോയെ, നിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനും നിന്റെ കൃപ ഒഴുകിയിറങ്ങുമ്പോൾ അത് മുഴുവനും എൻ്റെ നെഞ്ചിലേക്ക് സ്വാംശീകരിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാ യേശുനാഥ എന്ന് ആലപിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വന്തമാക്കാം. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാ യേശുനാഥ, യേശുനാഥ, വാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശു